ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇന്ന് കുറച്ച് ലേറ്റായി വീഡിയോ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേന്നുള്ളത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. എട്ട് വസന്തലു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ജൂലൈ മാസം 11 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു മൂവിയാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ഒരു ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഇപ്പോഴും നല്ല കളക്ഷൻ നേടി ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ. ഇന്നലെ ആ സിനിമ തിയേറ്ററിൽ കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ആഗസ്റ്റ് മാസം 5 ആമസോൺ പ്രൈമിൽ USA ഫസ്റ്റ് റിലീസ് വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷ മാത്രമേ ഫസ്റ്റ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്ത ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ആപ് കൈസേ ഹോ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ജൂലൈ മാസം 10 റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയാണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ലുക്മാനൊക്കെ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയും ജൂലൈ മാസം 10 സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് വിജയ് ആൻ്റണി പ്രധാന വേഷം കൈകാര്യം ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു മാർഗ എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ നല്ല പ്രേക്ഷകപ്രതികരണം നേടിയിരുന്നെങ്കിലും ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കേണ്ട സിനിമ എന്നുള്ളത്. ജൂലൈ മാസം ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് ഒരു ലൈവ് ആക്ഷൻ അഡ്വഞ്ചർ ആക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജൂലൈ മാസം 15 ഡേറ്റ് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലും ഇന്ത്യക്ക് പുറത്തായിട്ട് ആമസോൺ പ്രൈമിലും ആപ്പിൾ TV പ്ലസിലൊക്കെ ആയിട്ടായിരിക്കും ഈ സിനിമ റിലീസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അടുത്തത് ഒരു സോംബി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തായ് മൂവിയാണ്. സിയാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തായ് ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ മാസം 9 ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത ശ്രുതി ഹാസൻ പ്രധാന വേഷം കൈകാര്യം ഒരു ഹോളിവുഡ് സിനിമയായിരുന്നു ദ ഐ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ റെൻ്റ് ഓപ്ഷനിലും അതുപോലെ തന്നെ ബൈ ഓപ്ഷനിലായിട്ട് ഈ ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈം UK ഇന്ത്യക്ക് പുറത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു കൊറിയൻ മൂവിയാണ് ഡോളിയുടെ ഹോളി നൈറ്റ് ഡെമൺ ഹണ്ടേഴ്സ് എന്ന സിനിമ. ഈ സിനിമ ഇപ്പോൾ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. കൊറിയയിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ മാസം ജൂലൈ മാസം 31 ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലും റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ലിസ്റ്റിലൊക്കെ സിനിമകൾക്കാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.